അട്ടിമറി നടത്തിയ അമേരിക്ക റാഞ്ചി കൊണ്ടുപോയ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ ഒരു മുറിയിൽ വെച്ച് അവരെ ചോദ്യം ചെയ്തു. ലഹരിക്കടത്ത്, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നാണ് പറയുന്നത്. അധികാര കൈമാറ്റം നടക്കുന്നതുവരെ വെനസ്വേലയുടെ ഭരണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തള്ളിക്കളഞ്ഞുവെന്ന വാർത്തയും വരുന്നുണ്ട്. എന്തായാലും ഒരു കീഴ്വഴക്ക ലംഘനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, അമേരിക്കൻ മീഡിയ, അതുപോലെ അമേരിക്കയിലെ ജനങ്ങൾ, അമേരിക്കയിലെ പ്രതിപക്ഷം, ഇവരൊക്കെ തന്നെ ഇത്തരമൊരു അക്രമം മറ്റൊരു പരമാധികാര രാജ്യത്തിൻ്റെ അകത്തേക്ക് കയറി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ ഈ നിക്കോളാസ് മദുറോയും അദ്ദേഹത്തിന്റെ പത്നി ഫ്ലോറസുമായി ഈ വെനസ്വേലയിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തിച്ചതോടുകൂടി അമേരിക്കൻ US സൈന്യത്തിന്റെ, അതായത് സൈനിക നടപടി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി അവരെ ഇന്ന് ഉച്ചയ്ക്ക് 12 ലോവർ മൻഹാട്ടനിലെ ഫെഡറൽ കോടതിയിലായിരിക്കും എത്തിക്കുക. അവിടെ വെച്ചായിരിക്കും ഈ വിചാരണകൾ ആരംഭിക്കുക. മദുരയ്ക്കെതിരെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘങ്ങളെ ആയിട്ടുള്ള ഇടപാടുകൾ, അങ്ങനെ നാർക്കോയിൻ കള്ളക്കടത്ത്, ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ ആരോപിച്ചിരിക്കുന്നത്. മദുരയുടെ ഡിഫൻസ് ടീം ആരാണ്, അതേപ്പറ്റിയുള്ള കൂടുതൽ വ്യക്തത ഇപ്പോൾ ഇതുവരെയും വന്നിട്ടില്ല. നീണ്ടുപോകുന്ന ഒരു വിചാരണയാകാനുള്ള സാധ്യതയാണുള്ളത്. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് ഇതിന് ശേഷം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ വെനസ്വേല അമേരിക്ക ഭരിക്കും എന്നുള്ളതിനെ കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. അമേരിക്ക ഭരിക്കും എന്ന് പറഞ്ഞത് അമേരിക്ക നേരിട്ട് ഭരിക്കുക എന്നുള്ളതല്ല, അമേരിക്കൻ നയങ്ങളുമായി ചേർന്ന് പോകുന്നതും മയക്കുമരുന്ന് സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്തതുമായ ഒരു സർക്കാരിനെ നിയന്ത്രിക്കുകയായിരിക്കും അമേരിക്ക ചെയ്യുക. തന്നെയുമല്ല, വെനസ്വേലയിലെ എണ്ണ സമ്പത്ത് മയക്കുമരുന്ന് സംഘങ്ങളുടെ കൈകളിൽ എത്താതിരിക്കുവാനുള്ള ശ്രമങ്ങൾ അമേരിക്ക തുടരുകയും ചെയ്യും. അമേരിക്ക നേരിട്ട് ഇറാഖിൽ ഒരു അധിനിവേശ സർക്കാർ ഉണ്ടാക്കിയതുപോലെ വെനസ്വേലയിൽ ഒരു അധിനിവേശ സർക്കാർ ഉണ്ടാകാനുള്ള സാധ്യത മാർക്കോ റൂബിയോ തള്ളിക്കളയുകയും ചെയ്തു. അവിടെ ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് പീറ്റ് ഹെഗ്സത്തും അതുപോലെ സ്റ്റീവ് മില്ലറും ആണ് പ്രധാനമായിട്ട് ഇതിന്റെ ചുമതലകൾ വഹിക്കുന്നത്. തന്നെയുമല്ല, വിദേശ നിക്ഷേപവും വിദേശ എണ്ണ കമ്പനികളും അമേരിക്കൻ എണ്ണ കമ്പനികളും ഇപ്പോഴുള്ള വെനസ്വേലയിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡെൽസി റോഡ്രിഗസ് ആണ് ഇടക്കാല ഭരണാധിപതിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഡെൽസി നേരത്തെ ഓയിൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഓയിൽ മിനിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ വെനസ്വേലയുടെ എണ്ണ സമ്പത്തിനെ പറ്റി കൃത്യമായ ധാരണയുള്ള ഒരേ ഒരു നേതാവെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പ്രതിപക്ഷ നേതാവ് മാഴിയോ വരുന്നതിനോട് ഡൊണാൾഡ് ട്രംപിന് അത്ര താല്പര്യമില്ല. ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നത്. തന്നെയുമല്ല, ഡെൽസി റോഡ്രിഗോസ് അമേരിക്കൻ തീരുമാനങ്ങളെ തള്ളിപ്പറയുകയും അതുപോലെ തന്നെ മദുരയെ വിട്ടുകൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഭരണകൂടം വിലയിരുത്തുന്നത് അവർ തന്നെയായിരിക്കും ശരിയായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായിട്ട് കഴിയുന്നത് എന്നൊരു വിശ്വാസമാണ്. തന്നെയുമല്ല, ഇത്തരം പ്രസ്താവനകൾ അവരെ ആഭ്യന്തരമായിട്ടുള്ള അവരുടെ അനുയായികളെയൊക്കെ തണുപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതായിരിക്കും. SKN വിചാരണ കോടതിയിൽ ഒരു പുതിയൊരു നീതിന്യായ വ്യവസ്ഥയുടെ ഒക്കെ തന്നെ ഒരു യാത്രാ വഴി തുറക്കും. അമേരിക്കൻ പ്രസിഡന്റിന് അമേരിക്കൻ ഭരണഘടന വിദേശ മണ്ണിൽ പോയാണെങ്കിൽ പോലും ഒരാളെ പിടിച്ചുകൊണ്ടുവരുവാനുള്ള അധികാരം നൽകുന്നതുകൊണ്ട് സമാന രീതിയിൽ ജോർജ് ബുഷ് പനാമ പ്രസിഡന്റായിട്ട് ഇരുന്ന മാനുവൽ നൊഴീഗോയെ 3 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ അമേരിക്കയിൽ കൊണ്ടുവരികയും കോടതിയിൽ വിചാരണ നേടുകയും ചെയ്തു. അന്ന് കോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുറ്റം ചെയ്ത ഒരാൾ അത് വിദേശ മണ്ണിലായാൽ പോലും കോടതിയുടെ മുന്നിൽ എത്തിക്കുന്നതിൽ തടസ്സമില്ല, അയാൾ ചെയ്ത കുറ്റങ്ങൾക്കാണ് പ്രാധാന്യം. തന്നെയുമല്ല, ഏതാണ്ട് 40 വർഷത്തെ തടങ്കലായിരുന്നു അന്ന് ഈ പനാമ പ്രസിഡന്റ് വിധിച്ചത്. പിന്നീട് അദ്ദേഹത്തെ 2011 നാട് കടത്തുകയായിരുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു ഡിഫൻസ് മദുരയുടെ ഭാഗം മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് പരാജയപ്പെടുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. പക്ഷേ ട്രംപിന്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് വെനസ്വേലയിലെ പ്രതിരോധ മന്ത്രി വ്ളാദിമിർ ലോപ്പസും അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പല അംഗങ്ങളും ന്യൂയോർക്കിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് അംഗങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. SKN. മധു, ന്യൂയോർക്ക് മേയർ മംതാനിയും ഇതിനെ അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചിട്ടുള്ള, മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് വിമർശനം അറിയിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. SKN തീർച്ചയായിട്ടും ട്രംപിന്റെ നടപടി അമേരിക്കയ്ക്കുള്ളിലും വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊരു ഈ വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് ലോകത്തെ തന്നെ വലിയൊരു എണ്ണ സമ്പത്താണ്. ഇത് അന്യായമായ കൈകളിലേക്ക് പോകുന്നു. തന്നെയുമല്ല, ഇവരുടെ സാമ്പത്തികം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മദുര വന്നതിന് ശേഷം വലിയ തോതിൽ ദാരിദ്ര്യത്തിലേക്ക് പോയ ഒരു രാജ്യമായി മാറുകയായിരുന്നു.
അവിടുത്തെ ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അവരുടെ എണ്ണ സമ്പത്ത് അനുഭവിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല എന്നുള്ളൊരു വികാരം വെനിസ്വേലയ്ക്കുള്ളിലുമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ഈ മയക്കുമരുന്ന് ഈ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നത് ദശാബ്ദങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു തലവേദനയാണ്. ആ തലവേദനയ്ക്ക് ഒരു അറുതി വരുത്തുക എന്നുള്ളതിനകത്ത് യാതൊരു സന്ധിയുമില്ല എന്നുള്ളൊരു തീരുമാനവുമായിട്ടാണ് ട്രംപ് ഭരണകൂടം പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കരീബിയൻ തീരങ്ങളിൽ കൂടെ അമേരിക്കയിലേക്ക് വന്ന നിരവധി ബോട്ടുകൾ ട്രംപ് അവരെ കോടതിയിൽ എത്തിക്കുന്നതിന് പകരം ബോംബിട്ട് കൊന്നു കളഞ്ഞത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.